good evening. Welcome to Super Prime Day Live Show 3 in 1. Powered by Time Express Cargo. Gift sponsored by Green Olive Saloon and special gift hamper from Ujala. അപ്പോൾ ഇന്ന് മൺഡേ ആയിട്ട് ഞാനതാ നിങ്ങൾക്ക് മുന്നിൽ ചെറിയ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കുറേ ദിവസങ്ങളായി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ട്. അപ്പം ഇറ്റ്സ് മീ റിനു ഹിയർ. അപ്പോൾ നിങ്ങളെല്ലാവരും ടി വിയുടെ മുന്നിൽ ഞങ്ങളെ കാതോർത്തിട്ട് അല്ലെങ്കിൽ ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ടാവും എന്ന് വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ആക്ച്വലി തിങ്കൾ മുതൽ ബുധൻ വരെ രാത്രി 7 മുതൽ 8:30 വരെ വരുന്നത്. അപ്പോൾ ആക്ച്വലി നമുക്ക് വീക്കെൻഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാവും അല്ലേ. പിന്നെ ഇതിനേക്കൊരു ഹൈലൈറ്റ് നമ്മൾ UBL TV നിങ്ങൾ പ്രേക്ഷകർക്കായിട്ട് ഓരോ ആഴ്ച ഓരോരോ സമ്മാനങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ കുറേ മാസങ്ങളായിട്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് സമ്മാനങ്ങളാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമുക്കൊപ്പം ഉള്ളത് ഗ്രീൻ ഒലിവ് സലൂണാണ്. ഇപ്പോൾ സലൂണിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ആക്ച്വലി നമ്മളെല്ലാവരും ഇപ്പം ഞങ്ങൾ പ്രത്യേകിച്ച് ലേഡീസ് ആണെങ്കിൽ നമ്മൾ ഒരുങ്ങാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ഒരുപാട് സൗന്ദര്യപ്പെടുത്താനൊക്കെ ആഗ്രഹിക്കുന്നവരാണല്ലേ. പണ്ടൊക്കെ ലേഡീസ് മാത്രമാണ് സലൂണൊക്കെ പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ ലേഡീസിനായിട്ടുള്ള ബ്യൂട്ടി പാർലറുകളായിരുന്നു സാധാരണ കണ്ടുവന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് എവിടെ നോക്കിയാലും ജെൻസിനും സലൂണുണ്ട്, ലേഡീസ് സലൂണും ഉണ്ട്. അപ്പോൾ നമ്മളെ വിളിക്കുന്നത് നമ്മുടെ UBL പ്രേക്ഷകർക്കായിട്ട് നമ്മൾ ഒരുക്കുന്ന ഒരു പ്രത്യേക സമ്മാനമാണ് നമ്മുടെ ഗ്രീൻ ഒലിവ് സലൂണിലെ ഒരു ഗിഫ്റ്റ് വൗച്ചർ. അപ്പം നിങ്ങൾക്ക് അവിടെ ചെന്നാൽ ഇപ്പം ഏതൊക്കെ രീതിയിലുള്ള പുതിയ ഒരുപാട് ടെക്നോളജീസും ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ നമുക്കൊരു ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് ആക്ച്വലി ഞാൻ ഇന്ന് കുറേ വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവെക്കണം തോന്നി. കാരണം ഇന്ന് ഇപ്പോൾ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു മേക്കപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു ലേഡി പുറത്തിറങ്ങും. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു ലിപ്സ്റ്റിക് ഇട്ടാൽ പോലും തെറ്റായിട്ട് കരുതുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. അപ്പം ഇന്ന് നമുക്ക് കൂടുതൽ നമ്മൾ ഫാഷൻ രംഗത്തേക്ക് അല്ലെങ്കിൽ ഫാഷൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അല്ലേ. അപ്പോൾ ഇന്ന് അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കോളർ ഉണ്ട്. ഫസ്റ്റ് തന്നെ ഒരു കോളർ വന്നിട്ടുണ്ട്, നമുക്ക് സംസാരിച്ചാലോ. ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. മാലിക്, എന്താ വിശേഷോ? സുഖം. അമേരിക്കൻ അമ്മായി. വിശേഷമൊന്നുമില്ല. ഇന്ന് എന്നെ കണ്ടിട്ട് അമേരിക്കൻ അമ്മായി ആയിട്ടാണ് തോന്നുന്നത്. അല്ലല്ല, തോന്നണില്ല. സത്യം പറയും, ഇന്ന് എന്നെ കാണാൻ ഗ്ലാമർ ഉണ്ടോ ഇല്ലയോ അത് പറയും. ഇന്ന് എന്നെ കാണാൻ ഗ്ലാമർ ഉണ്ടോ ഇല്ലയോ? ഗ്ലാമറോ? വേറെ ഇല്ലെങ്കിൽ ഭയങ്കര ഗ്ലാമറാണ്. ആയിക്കോട്ടെ. ആകെ എന്നെ ഇച്ചിരി പൂഴ്ത്തുന്നതും ട്രോളുന്നതും ഒക്കെ മാലിക്കായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സന്തോഷമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, പോട്ടെ. ഇന്ന് ഞാൻ എന്തായാലും ഒരു ഫാഷനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ലേഡീസിനോടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ എങ്ങനെയാണ്, ഫാഷനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ മാലിക്ക്? ഫാഷൻ അത്യാവശ്യത്തിന്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എന്താ? ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ടീഷർട്ടും ഷോർട്സും. അതൊരു ഫാഷൻ തന്നെയല്ലേ. പണ്ടെന്നൊക്കെ പറഞ്ഞാല് ഒരു പാന്റും ഒരു കൈനീളമുള്ള ഒരു ഫുൾ സ്ലീവ് ഷർട്ടൊക്കെ ഇട്ട് ഒരു ഇൻസൈഡ് ചെയ്യുന്നവർ ഇൻസൈഡ് ചെയ്യും, അല്ലെങ്കിൽ ചുമ്മാ കിട്ടുകൊണ്ടായിരുന്നു പോകുന്നത്. ഇപ്പൊ ഷോർട്സ് ആയി, ടീഷർട്ടായി, ടീഷർട്ടിലും ഷർട്ടിലൊക്കെ പല എന്താ പറയണ ഫാഷൻസ് വന്നു. അപ്പൊ അതൊക്കെ ഒരു ഫാഷൻ തന്നെയല്ലേ. അതെ. അപ്പൊ ഫാഷൻ ഇഷ്ടപ്പെടുന്ന ഉള്ളത് കൊണ്ടല്ലേ ഇതൊക്കെ ധരിക്കാൻ കാരണം? അല്ലല്ല, ഞാൻ ഇവിടെ UAE വന്നിട്ടല്ലേ, ഞാൻ നാട്ടിൽ വെച്ച് ഞാൻ കുറച്ച് മോഡേൺ ആണല്ലേ. ടീഷർട്ടും ഷോർട്സ് ഒക്കെ ഇട്ടിട്ടാണ് വെളിയിൽ പോകുന്നത്. അപ്പൊ ഞങ്ങള് പാരമ്പര്യമായിട്ട് കുറച്ച് മോഡേൺ ഫാമിലി എന്നാണോ ഉദ്ദേശിച്ചത്? അതെ, ആണ്. ഓക്കെ. പിന്നെ വേറെ എന്ത് ഡ്രസ്? ഇപ്പൊ ഓഫീസിലൊക്കെ പോകുമ്പോ എന്തായാലും മോഡേൺ ആയിട്ട് പോകാൻ പറ്റൂലല്ലോ. അല്ല, ഓഫീസിൽ ഷർട്ടും പാന്റും ഒക്കെ ഇൻസൈഡ് ഒക്കെ ചെയ്ത് നല്ല എന്താ പറയണ അങ്ങനെയൊക്കെ പോകും. ഓക്കെ. അപ്പൊ അല്ലാതെ ഇപ്പൊ നാട്ടിൽ പോകുമ്പോ വേറെ എന്താ? ഇപ്പൊ ഷോർട്സ് അല്ല, മുണ്ടൊക്കെ യൂസ് ചെയ്യോ? മുണ്ട് അങ്ങനെ ഒക്കേഷൻസ് വല്ലതും വന്നാൽ മാത്രം. ഇപ്പൊ ഞങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള ഡ്രസ്സുകൾ ഇഷ്ടമാണെങ്കിലും ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം സാരിയാ. എനിക്കും അതുപോലെ തന്നെ പുരുഷന്മാര്, അതായത് ജെൻസ് മുണ്ടെടുത്ത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രത്യേക അഴകല്ലേ. അതെ. അപ്പൊ അന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉടുക്കാറില്ല. ഓണം, പെരുന്നാള്, അതുപോലുള്ള അങ്ങനെയുള്ള സ്പെഷ്യലായിട്ടുള്ള ഇതിന് വന്നാൽ മാത്രമേ മുണ്ടുടുക്കാറ്. എങ്കിലും ഇഷ്ടമാണ് മുണ്ടുടുക്കാൻ. മുണ്ടുടുത്തിട്ട് മക്കളുള്ള അന്നിനെ കാണാൻ നല്ല സുന്ദരനായിട്ടുണ്ട് ഉടുത്തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ഞാൻ ആക്ച്വലി ഇന്ന് എല്ലാവരോടും അവരുടെ ഫാഷൻ സെൻസിനെ പറ്റി അല്ലെങ്കിൽ ഇന്ന് മാറി വരുന്ന നമ്മുടെ ഫാഷനെ പറ്റിയൊക്കെ സംസാരിക്കാൻ. അപ്പൊ എന്തായാലും ഞാൻ ആക്ച്വലി മാലിക്കിൽ നിന്ന് അത് പ്രതീക്ഷിച്ചില്ല. അതായത് ഞാൻ അങ്ങനെ ഫാഷനൊന്നുമില്ല, ഞാനൊരു സാധാരണക്കാരനാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വേറെ എന്തെങ്കിലും ഇപ്പൊ സ്ത്രീകളിൽ ഏത് ഡ്രസ്സ് ഇട്ടിട്ട് കാണാനാണ്? ഇപ്പൊ ഒരു കുടുംബത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ നാളെ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ വന്നു കഴിയുമ്പോൾ ഏത് ഡ്രസ്സാ ഇട്ട് കാണാൻ വേണ്ടി ഇഷ്ടം? സാരിക്ക് ഇഷ്ടമാണോ?
സാരി ഇഷ്ടമാണ്, ഇഷ്ടമാണ്, ചുരിദാർ ഇഷ്ടമാണ്, ചുരിദാർ ഇഷ്ടമാണ്. പിന്നെ തട്ടൊക്കെ ഇട്ട് കാണാൻ ജീൻസ് പ്രത്യേക ഇഷ്ടമാണ്. പോയിച്ചാണ്. ജീൻസും ടീഷർട്ടൊക്കെ ഇഷ്ടമാണ്. അതെ. ഓക്കെ. എന്തായാലും ഈ ഒരു കാലഘട്ടത്തിലെ ഒരു യുവാവാണ്, തെളിയിച്ചിരിക്കുന്നു. അതെ. പണ്ടൊക്കെ ആണെങ്കിൽ പറയും സാരി കൊടുത്ത് അല്ലെങ്കിൽ ചുരിദാറൊക്കെ, അത് മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. എത്ര കാലഘട്ടം മാറി എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. എൻ്റെ ഭാര്യ, അത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് ചുരിദാറൊക്കെ ഇട്ട് നടന്നാൽ മതി എന്നുള്ളൊരു സങ്കല്പം ഉണ്ടല്ലോ. എനിക്ക് പർദ്ദ ഇടരുത് എന്ന് മാത്രമേ. പർദ്ദ ഇടരുത്. ഓക്കെ. എന്തായാലും ആ കുട്ടി ബയോധയാണല്ലോ, എല്ലാ ഡ്രസ്സും ഇടാലോ. പർദ്ദ ഇടുന്നോട് കുഴപ്പമൊന്നുമില്ല, പിന്നെ അതിൻ്റെതായിട്ടുള്ള രീതികളിൽ ഇടുക, അല്ലാത്തപ്പോ എല്ലാ ഡ്രസ്സും യൂസ് ചെയ്യുക അല്ലേ. അതെ. ഓക്കെ. എന്റെ കൂടെ പുറത്ത് വരുമ്പോ ഇടുന്നതിന് കുഴപ്പമില്ല, ട്രെൻഡി ആയിട്ടുള്ളത്. അല്ലാണ്ട് ഫാമിലി ആയിട്ട് പോകുമ്പോ കുറച്ച് ട്രഡീഷണൽ ആയിട്ട് പോവുക. അത് ഇങ്ങനെയൊക്കെ ഒരു ഇത് ആക്ച്വലി കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കന്മാരിൽ കിട്ടിക്കണ പെണ്ണുങ്ങൾ ഹാപ്പിയാണ് കേട്ടോ. കാരണം എല്ലാ ഡ്രസ്സും ഇടാനുള്ള ഒരു എന്താ പറയുക സമ്മതം കിട്ടിയാല്. അപ്പൊ ഓക്കെ. എന്തായാലും ഇപ്പൊ കഴിഞ്ഞ ആഴ്ചക്ക് വിളിച്ചിരുന്നു, ഞാൻ കഴിഞ്ഞ ആഴ്ച ഇല്ലായിരുന്നു. എന്താണ് വേറെ വിശേഷങ്ങളൊക്കെ? വേറെ വിശേഷങ്ങൾ അങ്ങനെയൊന്നും ഇല്ല, ഇങ്ങനെ പോണു. ഉമ്മ വന്നോ? ഉമ്മ വന്നിട്ട് ഇപ്പൊ എത്ര, ഒരു മാസമായില്ലേ? വന്നിട്ട് ഒരു മാസമായോ? ഞാൻ അറിഞ്ഞില്ല. ഞാൻ കൊറേ ആയല്ലേ വിളിച്ചിരുന്നല്ലോ അന്നും. ഇല്ല, ഞാനുള്ളപ്പോ സംസാരിച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല. ഉമ്മ നാട്ടിൽ പോയിട്ട് ഇല്ല ഉമ്മ നാട്ടിൽ പോയിട്ട് അത് സംസാരിച്ചിട്ട് എനിക്ക് ഓർമ്മയില്ല. ഒരു മാസം ഒന്നും ആയിട്ടില്ല എന്തായാലും. എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ. അപ്പൊ സ്റ്റാർട്ടും സ്റ്റോപ്പും പറഞ്ഞോളൂ. എന്റെ അടുത്തേക്ക് ആള് റെഡി ആയിട്ട് നിൽക്കുകയാണ്. സ്റ്റാർട്ട്. അല്ല, ഫാഷൻ ആണെങ്കിൽ കുറച്ചും കൂടെ ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ് ഇട്ടുകൊണ്ട് വരാത്ത എന്തായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ സാരി ആയിക്കോട്ടെന്ന് വിചാരിച്ചു, അതൊരു ഫാഷനല്ലേ. അല്ല, സാരി എടുത്തിട്ട് ഒരു മുണ്ടും കൂടെ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫാഷനായി. അത് പിന്നെ പറഞ്ഞുതരാം, അത് കഴിയട്ടെ, ഗെയിം കഴിയട്ടെ കേട്ടോ, പറഞ്ഞുതരാവേ. ഓടുന്ന ആളെ പിടിച്ചു അതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഓടുന്ന ആളെ നിർത്താദ്യം. സ്റ്റോപ്പ് പറയും. ഓക്കെ. ആളെ ഓടിപ്പോവും വീട്ടില്. വന്നിരിക്കുന്നത് നോക്കട്ടെ, ഏതാ വന്നേക്കുന്നത്? ഒറ്റ മിനിറ്റ്. ഓടിയാണ് കേട്ടോ, അപ്പൊ ശ്രദ്ധിച്ചോളൂ. ഓടിയോ? ഞാനിങ്ങ എത്തിയത് ഇത്തവണ തോട്ടത്തിൽ ചെന്ന് കയറിയപ്പോ മുതൽ അവിടെ നല്ല അസല് കൂത്ത്. കഴിഞ്ഞ ആഴ്ചയിലും ആളാം വീതം കുറെ കാശ് കൊണ്ട് കഴിവേറ്റതാ. എന്നിട്ട് മിനിയാൻ അവന്റെ അമ്മയുടെ മന്ത്രി വരുന്നുണ്ടെന്ന് പറഞ്ഞ്. ഓക്കെ. ഇത് ഏത് കഥാപാത്രം പറയുന്ന സംഭാഷണമാണ്? ചേറാടി കറിയ, കടപ്പുറം കരുണൻ, ക്ലെമന്റ് കാളിയാർ. കേട്ടോ ഓപ്ഷൻസ്? ഓപ്ഷൻ എ ആണെന്ന് തോന്നുന്നു. ചേറാടിക്കറിയ. ചേറാടിക്കറിയ ആരായിരുന്നു അത് അവതരിപ്പിച്ചെന്ന് ഓർമ്മയുണ്ടോ? വിജയരാഘവനാണ്. വിജയരാഘവനാണ്. ഓക്കെ, ശരി ഉത്തരാണ് കേട്ടോ. അപ്പൊ ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ. സ്റ്റാർട്ട് സ്റ്റോപ്പും കഴിഞ്ഞാ? ഓക്കെ, നോക്കട്ടെ ആരാന്ന്. ഏതാന്ന് ആരാന്നല്ല, സ്റ്റോപ്പ് പറഞ്ഞു, പക്ഷെ ആളവിടെ നിൽക്കുന്നേ. ആള് നിക്കുന്നില്ല. മ്യൂസിക് ആന്ന് തോന്നുന്നു. മ്യൂസിക് ആണ് കേട്ടോ. ഓക്കെ. ഓക്കെ, ഈ ഗാനത്തിന്റെ സംഗീത സംവിധായകൻ ആരാണ്? സുന്ദരരാജൻ, എസ് പി വെങ്കിടേഷ്, ഇളയരാജ. ഓപ്ഷൻ ബി എസ് പി വെങ്കിടേഷ്. നമുക്ക് നോക്കാം. പക്ഷെ എ ആയിരുന്നു, സുന്ദരരാജനായിരുന്നു. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, നമ്മളെ വീണ്ടും വിളിക്കുക. ബുധനാഴ്ച വരെ ഷോ ഉണ്ട്, അറിയാലോ, പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ. അപ്പൊ ഞാൻ ഫാഷനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, കേട്ടോണ്ടിരുന്നോ കേട്ടോ. ഓക്കെ, താങ്ക് യു. ബൈ. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ട് വന്നത്, നമുക്കിപ്പോൾ ഇന്ന് വരുന്ന കോളേഴ്സിനൊക്കെ ചെറിയൊരു ഫാഷൻ ക്ലാസ് ആകാമെന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞാൽ ഫാഷനെ പറ്റി ഒരുപാട് കാര്യങ്ങളൊന്നും അറിയുന്നതല്ല ഞാൻ, പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണല്ലോ, വിവിധ കളറിലുള്ള. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള കളർ എന്ന് പറഞ്ഞാൽ
കറുപ്പാണ്. എൻ്റെ വീട്ടിലെ കബോർഡ് എടുത്ത് നോക്കിയാൽ ഫുള്ള് കറുപ്പ് ഡ്രസ്സായിരിക്കും. മിക്കവാറും എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടും എന്ന് പറഞ്ഞ പോലെ. ഇപ്പം ലേഡീസിലും ജെൻസിലും എനിക്ക് തോന്നുന്നു ആണുങ്ങളിലും കൂടുതൽ കറുപ്പ് ഡ്രസ്സ്, കറുപ്പ് വെളുപ്പ് ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നിങ്ങൾ വിളിക്കുന്നവരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഏതാണ്, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വസ്ത്രം ഏതാണെന്നൊക്കെ എന്നോട് പറയണം കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ ഇപ്പോൾ കൂടുതൽ ഞാൻ ഹൈദരാബാദിലായിരുന്നു. അപ്പം ഞാൻ കൂടുതൽ എനിക്ക് തെലുങ്ക് ട്രഡീഷൻസ്, തെലുഗു സ്റ്റൈൽസ് ഭയങ്കര ഫോളോ അപ്പ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം നമ്മൾ ആക്ച്വലി നമ്മുടെ ലേഡീസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പം എന്നെ പോലെ കുറച്ച് ബൾക്കിയൊക്കെ ആയിട്ടുള്ള ആളുകൾ നമ്മൾ എല്ലാ തരം ഡ്രസ്സ് ഇടാനും നമുക്ക് ഇഷ്ടമുണ്ടാകും. പക്ഷേ പലരും മറ്റുള്ളവരുടെ മുന്നിലിടുമ്പോൾ എൻ്റെ ഡ്രസ്സ്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് വണ്ണമൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഡ്രസ്സ് എനിക്ക് പാകാവോ അല്ലെങ്കിൽ ഈ കളർ എനിക്ക് സ്യൂട്ടാവോ എന്നുള്ളതൊക്കെ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. കാരണം എത്രത്തോളം നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണെങ്കിലും ഇപ്പം ഈവൻ നമ്മുടെ കബോർഡൊക്കെ തുറന്ന് നോക്കിയാൽ നമുക്ക് ഒരുപാട് ഡ്രസ്സുകളാണ് ഇടാൻ പറ്റാത്തൊക്കെ. അപ്പൊ അതോർത്ത് ആരും സങ്കടപ്പെടണ്ട. അപ്പൊ അതിന്റെ കുറച്ച് ടിപ്സ് ഒക്കെയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. എന്തായാലും അടുത്തൊരു കോളറും കൂടെ വന്നിട്ടുണ്ട്. ഹലോ ഹലോ ഷൈലാൻറ്റി. ഞാനേ കുറേ ആയിട്ട് ആന്റിയോട് സംസാരിക്കാൻ സത്യമായിട്ട് ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഞാൻ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ 1 മാസമായി എന്നൊക്കെ ആള് പറയുന്നുണ്ട്. പക്ഷെ 1 മാസം ആയിട്ടില്ലല്ലോ. 1 മാസം ആയില്ല, 14-ാം തീയതി. 14-ാം തീയതി. അതേ ഞാൻ പറഞ്ഞു. കാരണം ഒരു 2 ആഴ്ചയോളം ഞാൻ വന്നിട്ടില്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് എനിക്ക് പിന്നെ എന്താണ് വിശേഷം? ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കേട്ടിരുന്നോ? ഫാഷൻ. അപ്പൊ പറഞ്ഞോളൂ, ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ് ഏതാണ്? സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടം സാരി തന്നെയാണ്. ഞാൻ ഇന്ന് സാരി എടുത്തിട്ട് എങ്ങനെയുണ്ട് അത് പറയാം. അത് ഏത് ഡ്രസ്സിനെക്കാളും എന്നെ പറ്റി പറയും. ഞാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ഭംഗിയുണ്ട്. കളർ നല്ല രസമല്ലേ? അതാണ്, നല്ല ഭംഗിയുണ്ട്. കളർ കോമ്പിനേഷൻ. കളർ കുഴപ്പമില്ലേ? കറുപ്പാ? അല്ല, ഞാൻ ചോദിച്ചത് എന്റെ സാരിയുടെ കളറാ. കൊള്ളാം. അപ്പൊ ഇങ്ങനെ ഏറ്റവും അല്ല ഓക്കെ. അപ്പൊ ആന്റിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ് ഏതാ? സാരി തന്നെയാണ്. സാരിയാണോ കൂടുതൽ ഉടുക്കുന്നത്? കൊച്ചു പിള്ളേരൊന്നും സാരി ഉടുക്കൂല, എല്ലാവർക്കും പറ്റൂല. എല്ലാവർക്കും പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടം സാരി ഉടുക്കാൻ, പക്ഷെ ഉടുക്കാൻ അറിയത്തില്ല. പിന്നെ ഇപ്പൊ യൂട്യൂബ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. പിന്നെ എന്താ റിനുവിന് സാരി കൊള്ളാം. അതാണ്. ഞാൻ ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡ്രസ്സാണ് സാരി. നല്ല ഭംഗിയാണ്. പക്ഷെ എന്താ വെച്ചാൽ പലപ്പോഴും നമുക്ക് ഉടുക്കാൻ, ഏത് രാജ്യത്ത് പോയാലും നമുക്ക് ഇഷ്ടമുള്ള ഉടുക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. അതെ സത്യം പറഞ്ഞാൽ നമ്മള് മലയാളികളുടെ ഇപ്പൊ ഈ ആണുങ്ങൾക്ക് ഞാൻ ഇവിടെ വരുമ്പോ ചുരിദാർ, ഞാൻ പറഞ്ഞു അതല്ല, അത് അവരവരെ അവകാശമാണ് ഡ്രസ് ചെയ്യുന്നത്. അതെ സത്യം. പണ്ടൊക്കെ എന്നൊക്കെ പറയാൻ എനിക്ക് തോന്നുന്നു എന്തോ ഞാൻ സാരി തന്നെയാണ്. സാരി തന്നെ കൊടുക്കണം. ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാ? ആന്റി ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന ഒരു കളർ ഏതാ? കൂടുതൽ ഡ്രസ് മേടിച്ചാല് കളർ എനിക്ക് പിങ്ക് എന്ന് വെച്ചാൽ റോസ്. ഇള റോസ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഡ്രസ് ഉള്ളത് ആ കളറിലാണോ? എല്ലാ കളറും ഉണ്ട്. എല്ലാ കളറും ഉണ്ട്. എന്റെയൊക്കെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ബ്ലാക്ക് ആണ് ഏറ്റവും കൂടുതൽ. പിന്നെ എന്താ വെച്ചാൽ ഒരു വലിയൊരു കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതും നമ്മുടെ ഒരു ഫീലിങ്സ് ഉണ്ട്. അതായത് കറുപ്പ് ഡ്രസ് ഇട്ടാൽ നമുക്ക് വണ്ണം അധികം തോന്നൂല എന്നുള്ളൊരു ഫീലിംഗ് നമ്മള് പെണ്ണുങ്ങളുടെ ഇടയിലുണ്ടല്ലോ. അപ്പൊ ഞാൻ അതിനെ പറ്റിയിട്ടാണ് പറഞ്ഞു വന്നത്. കാരണം അങ്ങനത്തെ ഫീലിങ്സും കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് ഏത് ഡ്രസ്സാണോ കംഫർട്ടും തോന്നുന്നത് നമുക്ക് അതെ. ഇപ്പൊ നമ്മളൊരു ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ ചെന്നിട്ട് കണ്ണാടി മുന്നിൽ നിന്ന് നോക്കുക. അപ്പൊ നമുക്കത് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ അത് ഇട്ടോണ്ട് പോവാ. അത് മറ്റുള്ളൊരു എന്റെ ശരീരം കുറച്ച് ബൾക്കി ആയിരിക്കും. നമ്മളിപ്പോ ഏത് ഡ്രസ് ഇട്ടാലും അതിന്റെ എന്ന് പറഞ്ഞ ശരീരം മറക്കുക എന്നുള്ളതാണ്. അതെ. പിന്നെ വൾഗർ ആകരുത്. ഇപ്പൊ ശരി, നമ്മൾ പർദ്ദയുടെ ശരീരം മറക്കുക എന്നാണ്. അതെ അത് നമ്മുടെ ഒരു മതവിശ്വാസമാണ്. ശരീരം നല്ല മറച്ച് സാരി ഉടുക്കാൻ പറ്റും. അതെ ഇപ്പൊ ഓരോരുത്തരും ചൂസിങ് ആണ്. ചിലവരിപ്പോ ബ്ലൗസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇറങ്ങിയ ടൈപ്പിലൊക്കെ. നമ്മളിപ്പോ സാരിയൊക്കെ ഉടുത്തു കഴിഞ്ഞാൽ ഒന്ന് പുകച്ച് എന്നാണ് ഇടണം. അതുകൊണ്ട് ശരീരം ഒരു ഭാഗവും കാണൂല. അതെ അത് പറഞ്ഞ എല്ലാവർക്കും ഓരോരോ വിശ്വാസങ്ങളും മതവിശ്വാസങ്ങളും അനുസരിച്ച് ധരിക്കുന്നവരുണ്ട്. പിന്നെ അവരുടെ ഇഷ്ടത്തിന് പാഷൻ, അവരുടെ പ്രൊഫഷൻ ഒക്കെ അനുസരിച്ച് ഓരോരോ ഡ്രസ്സുകൾ. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ് അല്ലേ? പിന്നെ നാട്ടിൽ പോയിട്ട് എന്നിട്ട് വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? പ്രത്യേകിച്ച് ഇവനില്ലായിരുന്നല്ലോ, ഞാൻ പിന്നെ ഒറ്റയ്ക്കല്ലേ ഇവിടെ. എത്ര നാളുണ്ട്? 1 മാസം ഉണ്ടായിരുന്നോ? 1 മാസത്തോളം ഉണ്ടായിരുന്നോ നാട്ടില്? കണ്ണ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. കണ്ണ് ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് സെറ്റായോ? സെറ്റായി. എന്തായാലും വന്ന് നമ്മൾ ഓർത്തോർത്ത് വിളിക്കുന്നുണ്ട്. അപ്പൊ മാലിക്ക് പറഞ്ഞു കഴിഞ്ഞ ആഴ്ചക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മളിങ്ങനെ ഓർത്ത് വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇന്ന് എന്നാ നമ്മുടെ ഒരുപാട് അങ്ങനെയല്ല. നാട്ടിലേക്ക് പോകുമ്പോ ഞങ്ങൾ ഓർക്കാറുണ്ടോ? നമ്മുടെ ടൈമൊക്കെ ആവുമ്പോ അയ്യോ ഇപ്പൊ 3 in 1 ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു വെക്കുമല്ലേ? ഓക്കെ. മറ്റേ ഫേസ്ബുക്കിലൊക്കെ ആന്റി കാണാറുണ്ടോ? നാട്ടിൽ ചെന്നാലും
ഫേസ്ബുക്ക് ഞാൻ നോക്കാറുണ്ട് അല്ല നമ്മുടെ ലൈവ് പോകുന്നുണ്ടല്ലോ, അതെനിക്ക് കിട്ടൂലല്ലോ. UBL HD നോക്കിയാൽ മതി. അപ്പൊ അത് എനിക്ക് ആഡ് ചെയ്യണം, അതാണ്. നമ്മുടെ ഫേസ്ബുക്കിൽ കയറി നോക്കിയാൽ നമ്മൾ ഒരേ ടൈമിൽ ലൈവും പോകുന്നുണ്ട്. ഇപ്പൊ ഈവൻ TV കാണാൻ പറ്റാത്തവർക്ക് നമ്മൾ ലൈവും ഫേസ്ബുക്കിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ യൂട്യൂബ് ഉണ്ട്, യൂട്യൂബിലും കയറിയിട്ട് UBL TV അടിച്ചു കൊടുത്താൽ മതി. അപ്പം അത് ചിലപ്പം കുറച്ച് ഞാൻ നോക്കാറുണ്ട് ഇതൊക്കെ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. നമുക്ക് എന്തായാലും ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ. അപ്പൊ സ്റ്റാർട്ട് പറഞ്ഞോ. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ഓക്കെ, സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഏതാ കിട്ടിയേക്കണം ഇവിടെ? സ്പോർട്സ് ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. എല്ലാം അറിയണല്ലോ, GK മാത്രം കിട്ടിയിട്ട് കാര്യം. ഓക്കെ. വാക്കർ കപ്പ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വാക്കർ കപ്പ് കേട്ടോ. ഒരു മിനിറ്റ്. ഫെൻസിങ്, സൈക്ലിംഗ്, ഗോൾഫ്. ഫെൻസിങ്, സൈക്ലിംഗ്, ഗോൾഫ്. ഗോൾഫാണ്. അപ്പൊ നമുക്ക് C ലോക്ക് ചെയ്യാം. നോക്കാം. ഗോൾഫ് റൈറ്റ് ആണ്. എങ്ങനെയാ മനസ്സിലായി? അല്ല, വാക്കർ കപ്പ് എന്ന് പറയുമ്പോ ഇങ്ങനെ മാറി മാറി ഇന്നല്ലേ ഇവര് ചെയ്യുന്നത് ഗോൾഫ്. ഓക്കെ. ഭയങ്കര നോളജ് ആണല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അല്ല അങ്ങനെയല്ല, ആ ചിന്ത പോയതാണ്. എനിക്ക് തോന്നിയതാണ്. വാക്കർ കപ്പ് അങ്ങനെ പോയ ഗോൾഫ് അല്ലേ എന്ന് ചിന്തിച്ചത് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. സ്റ്റാർട്ട്. സ്റ്റോപ്പ് ചെയ്തോളൂ. ഓക്കെ, GK ആണ്. അപ്പൊ ആന്റിയുടെ അഭ്യർത്ഥന മനസ്സിൽ ഞങ്ങൾ ഇത് GK കൊണ്ടുവന്നിരിക്കുകയാണ്. പറഞ്ഞു. ഓക്കെ, ഇതാ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. നല്ല ക്വസ്റ്റ്യൻ, അടിപൊളി. പ്രകൃതിയിലെ ശുചീകരണ ജോലിക്കാർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഫംഗസ്. ഒരു മിനിറ്റ്, ഓപ്ഷൻസ്. ഒരു മിനിറ്റ്, ഓപ്ഷൻസ് ഒന്ന് വായിക്കണേ. എനിക്ക് അത്ര ക്ലിയർ ആണ്. ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി അല്ലേ? ഓക്കെ, ആൽഗേസ്. ഓക്കെ, അപ്പൊ നമുക്ക് ലോക്ക് ചെയ്യാവേ. നോക്കാം. ലേറ്റ് ആവുമ്പോ ചങ്കിട് വേണല്ലേ. അത് കുഴപ്പമില്ല. പക്ഷെ ഫംഗസ് ആയിരുന്നു. കറക്കിക്കുത്തായിരുന്നു അല്ലേ? കുഴപ്പമില്ല. എന്തായാലും വീണ്ടും വിളിക്കുമെന്ന് അറിയാം, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഓക്കെ, ബൈ. ഇങ്ങനെ ഫാഷനെ പറ്റിയിട്ടും കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ച സമയം. ഓക്കെ, ഞാൻ എന്തെങ്കിലും പറയേണ്ടി വരുമ്പം നിങ്ങൾ എന്തായാലും നമ്മളെ വിളിക്കുന്നുണ്ട്. ഹലോ. ഗുഡ് ഈവനിങ്. ആരാണ്? മാർഗരറ്റ്. പുതിയ കോളറാണോ? അതെ, ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ കുറെ നാളെ കൊണ്ട് നിർത്തി വെച്ചായിരുന്നു. ആണോ? അപ്പൊ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടായിരുന്നു, മേടിക്കാൻ വന്നിട്ടില്ല. നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സമ്മാനങ്ങൾ ഇങ്ങനെ കാത്തു വെച്ച് കേൾക്കുന്നത്. നമ്മൾ പുതിയ സമ്മാനം എന്നിട്ട് വന്നിട്ടില്ല എന്ന് പറയാം. എങ്ങനെ തോന്നി? വരാൻ പറ്റിയില്ലായിരുന്നു. അത് കുഴപ്പമില്ല. അപ്പൊ ഇന്ന് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കേട്ടോ, പ്രാർത്ഥിക്കുന്നു. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നത്? ഷാർജയിൽ. എവിടാ? ഷാർജ അബുഷേര പാർക്ക്. ഞാനും ഷാർജയാണ്. ഷാർജ ജസാത്ത് എന്ന് പറയും. അറിയോ? അബുഷേര പാർക്കിന്റെ അടുത്തൊക്കെ എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ ഇടക്കൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പൊ അവരവിടുന്ന് പോയി. ഇപ്പൊ എന്താ ചെയ്യുന്നേ? ഹൗസ് വൈഫാണ്. ഇവിടെ ഒരുപാട് വർഷമായോ? ഇവിടെ വന്നിട്ട് 12 വർഷമായി. അത് നല്ല വർഷം തന്നെയല്ലേ. എങ്ങനെയുണ്ട് അപ്പൊ UAE എക്സ്പീരിയൻസ് ഒക്കെ? ആദ്യം മുതലേ ഇവിടെ അബുഷേരയ്ക്ക് അടുത്താണോ, പാർക്കിന് അടുത്താണോ? 12 വർഷമായിട്ടോ? അടിപൊളി. വില്ലയാണോ അതോ ഫ്ലാറ്റ് ആണോ? ഫ്ലാറ്റ് ആണ് അല്ലേ. ഒരേ ഫ്ലാറ്റിൽ തന്നെയാ? അടിപൊളി. കാരണം ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരുപാട് വർഷം വരെ വില്ലയിലും ഫ്ലാറ്റിലൊക്കെ നല്ല രസമായിരിക്കും. ശരിക്കും നമ്മുടെ ഒരു വീട് പോലെ അല്ലേ? ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇവിടെ ഇപ്പൊ ഞാനും ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ?
ഹസ്ബൻഡ് ഒരു പ്രൊഡക്ഷൻ കമ്പനിയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യും. പ്രൊഡക്ഷൻ കമ്പനിയിൽ. എവിടെ, ദുബായിലാണോ? ഇല്ല, ഷാർജയില. ഷാർജ തന്നെ. ഓക്കെ. പിന്നെ നാട്ടിലെവിടാ? തിരുവനന്തപുരം. തിരുവനന്തപുരം. നമ്മുടെ ഈ പ്രോഗ്രാം ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട്, അതിന്റെ ഗെയിമും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണല്ലോ അല്ലേ? അതെ. എങ്ങനെയാ കളിക്കുന്നത്? അപ്പൊ ഞാൻ ഇന്ന് തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ഒരു ടോപ്പിക്, അതായത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒരു ടോപ്പിക് പറഞ്ഞിട്ടുണ്ട്, അത് കേട്ടിരുന്നോ? ഇല്ല, ഞാൻ ഇപ്പൊ വന്ന് ഓപ്പൺ ആക്കിയതേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഒരു ഫാഷൻ സെൻസിനെ പറ്റി, എനിക്ക് ഫാഷനെ പറ്റിയിട്ടും അതിനെ വസ്ത്രധാരണം ഉണ്ടല്ലോ, നമ്മുടേതായിട്ടുള്ള ഒരു ഇഷ്ടങ്ങളൊക്കെ, അതിനെ പറ്റിയിട്ടാണ്. അപ്പം ഏറ്റവും കൂടുതൽ കംഫർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ധരിക്കാൻ ഇഷ്ടമുള്ള ഡ്രസ്സ് ഏതാ? ചുരിദാറും സാരി. ചുരിദാറും സാരി. ഈ ചുരിദാറിൽ സാരിയിൽ ഓപ്ഷൻ തന്നാൽ ഏറ്റവും ആദ്യം ചൂസ് ചെയ്ത് ഏതാ? ചുരിദാറാ. ചുരിദാർ തന്നെയാ? സാരി ഉടുക്കാൻ അറിയില്ലേ? സാരിയൊക്കെ ഉടുക്കാൻ അറിയാലേ? എന്നോട് ചോദിച്ചാൽ എനിക്ക് സാരി ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ചുരിദാറേ ഇടുള്ളൂ. കാര്യം എന്താന്ന് ചോദിച്ചാല് എനിക്ക് ഉടുക്കാൻ അറിയത്തില്ല. ആരെങ്കിലൊക്കെ അറിയാം. നമുക്ക് ഏറ്റവും സേഫ് എന്ന് പറയുന്നത് ചുരിദാറാണ്. സേഫ് സോണിലൂടെ പോയല്ലേ? ഓക്കെ, കുഴപ്പമില്ല. പ്രത്യേകിച്ച് പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ എപ്പോഴും നമുക്ക് ഈ സാരി കൊടുത്തോണ്ട് നടക്കാൻ പറ്റൂലല്ലോ, ലൊക്കേഷനൊക്കെ വേണമല്ലോ. നാട്ടിലേക്കാണെങ്കിൽ ഇപ്പൊ നമുക്ക് സാരി കൊടുത്ത് എവിടെയെങ്കിലൊക്കെ പോകാം, ഇവിടെ പറ്റൂല. അതെ. അപ്പൊ എന്താ, അപ്പൊ ഏറ്റവും ഇഷ്ടമുള്ള കളർ ഏതാ? ബ്ലൂ ഡ്രസ് കൂടുതലുണ്ടോ? അങ്ങനെ ഒരുപാടൊന്നുമില്ല, ആവശ്യത്തിന്. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ. അപ്പൊ നമ്മൾ സ്റ്റാർട്ടും സ്റ്റോപ്പും പറഞ്ഞാല് ക്വസ്റ്റ്യൻ നമ്മൾ തരും, ഓപ്ഷൻ തരും. ഓക്കെ. സ്റ്റാർട്ട്. കറങ്ങിയിട്ടുണ്ടോ? ഒന്നും കൂടെ സ്റ്റോപ്പ് ചെയ്താലേ നിൽക്കുള്ളൂ. ടി വി ആയിട്ട് കുറച്ച് ലാഗുണ്ട് കേട്ടോ, ചെറിയ ഡിലേ ഉണ്ട്. ഓക്കെ. ജി കെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ജി കെ ചോദിക്കട്ടെ? ഇഷ്ടമുള്ളതാണോ ജി കെ? കുഴപ്പമില്ല, നമുക്ക് ചോദിക്കാം. ഓക്കെ. ദക്ഷിണ കൊറിയയിലെ ഏറ്റവും വലിയ സാങ്കേതിക കമ്പനിയുടെ പേരെന്താണ്? സാംസങ്, LG, സോണി. സാംസങ്, LG, സോണി. സാംസങ്. ഓക്കെ, നമുക്ക് നോക്കാം. അറിയാമായിരുന്നോ? അല്ല, അത് ഒരു സാംസങ് ഏറ്റവും നല്ല കമ്പനി. അപ്പൊ അങ്ങനെ തന്നെയാണ്, ആ ഒരു വിശ്വാസം കാത്ത് സംരക്ഷിച്ചിരിക്കുന്നു. അതെ, എല്ലാരും ചൂസ് ചെയ്യുന്നത് സാംസങ് ഏറ്റവും നല്ല കമ്പനി അല്ലേ? അതെ. അപ്പൊ എന്തായാലും രക്ഷിച്ചിരിക്കുന്നു സാംസങ്. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ. സ്റ്റോപ്പ്. സ്റ്റാർട്ടും സ്റ്റോപ്പും പെട്ടെന്നായിരുന്നു, ആള് കറങ്ങി വരുന്നതേ ഉള്ളൂ. എനിക്കിവിടെ കാണുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ മ്യൂസിക് കേട്ടോ. അപ്പൊ ചെറിയൊരു ഡിലേ ഉണ്ട്, നമ്മൾ ടി വി ആയിട്ട് നമ്മൾ പറഞ്ഞില്ലേ? ആ, കുഴപ്പമില്ല. അപ്പൊ മ്യൂസിക് ആണ്. പാട്ടൊക്കെ ഇഷ്ടമാണോ? പാട്ട് കേൾക്കാനൊക്കെ ഇഷ്ടമാണ്. അപ്പൊ ഇതിനി ഒന്ന് കേട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കാം. ടിവിയുടെ വോളിയം കൂട്ടിക്കോളൂ, നമ്മളെ ഓഡിയോ ക്ലിപ്പാണ് വരുന്നത്, മ്യൂസിക്. അപ്പൊ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. ശംഖോടിടഞ്ഞ ജളകലമോ, കൈകളോ ജലപുഷ്പവളയങ്ങളോ. ഈ ഗാനത്തിന്റെ സംഗീത സംവിധായകൻ ആരാണ്? ശരത്ത്, ഔസേപ്പച്ചൻ, കീരവാണി. ഔസേപ്പച്ചൻ. ഓക്കെ, അറിയായിരുന്നോ? അത് കറക്കിക്കുത്താണോ? ഇത് കറക്കിക്കുത്താ. ഓക്കെ, നമുക്ക് നോക്കാം. പക്ഷെ കീരവാണി ആയിരുന്നു. ചെറിയ കറക്കിക്കുത്തലുകളൊക്കെ മാറാറുണ്ട് ഇടയ്ക്ക്. അപ്പൊ കുഴപ്പമില്ല, എന്തായാലും നമ്മളെ വീണ്ടും വിളിക്കാം കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു. അപ്പോ നമുക്ക് ഇന്ന് മൺഡേ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണം. നമ്മളെ വിളിക്കേണ്ട നമ്പർ ആക്ച്വലി ഇന്ന് ഞാൻ മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ എല്ലാവർക്കും അറിയാം, അതൊക്കെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കാമെന്ന് അറിയാം. എങ്കിൽ പോലും 0423824911 വിളിച്ചാൽ നിങ്ങളോട് വിശേഷങ്ങൾ പറയാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമ്മാനങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട് റീനു ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്കൊരു കോളർ വന്നിട്ടുണ്ട്. ഹലോ. അല്ല, കോളർ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഓടി വരാം കേട്ടോ. Welcome back to 3 in 1 powered by Time Express Cargo, sponsored by
ഗ്രീൻസ് ഒലീവ് സലൂൺ ആൻഡ് ഉജാല. മറന്നു പോയതല്ല, ഞാൻ ഇങ്ങനെ പെട്ടെന്ന് എന്തോ ഒരു ചെറിയൊരു പാട്ടൊക്കെ പാടി നിങ്ങളെ സന്തോഷിപ്പിക്കാം. കാരണം നമ്മുടെ കുറച്ച് കോളേഴ്സൊക്കെ ഇടയ്ക്ക് കുട്ടികൾ വരാറുണ്ട്. അപ്പം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറിയൊരു ഗാനമൊക്കെ പാടാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു മറവ് വന്നു കേട്ടോ. ഒരു പാട്ട് വരട്ടെ. ആരും ഓടിപ്പോയരുത്, കോളിനായിട്ട് കാത്തിരിക്കണം കേട്ടോ. അപ്പോൾ പാടട്ടെ. തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം, തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം, ആകാശ പൊന്നാലി നിലകളെ ആയത്തി തൊട്ടേ വരാം, ആകാശ പൊന്നാലി നിലകളെ ആയത്തി തൊട്ടേ വരാം, തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. മതി കേട്ടോ. അപ്പോൾ അത്രയും പാട്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പാട്ടുകളൊക്കെ പാടിക്കൊണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളെ സന്തോഷിക്കണമെങ്കിൽ നിങ്ങൾ ഫോൺ എടുത്ത് വിളിക്കണം. നിങ്ങൾ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 0423824991 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ ഇവിടെ റീനു ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് സമ്മാനങ്ങളുമായിട്ട് ഞങ്ങൾ തിങ്കൾ മുതൽ ബുധൻ വരെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ടൈമിങ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, 7:30 to 8:30 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മളെ ഫോൺ എടുത്ത് കരക്കി വിളിക്കുക, നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ കാണുക. പിന്നെ TV കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അവൈലബിൾ അല്ലാത്തവർക്ക് നമ്മൾ ഫേസ്ബുക്കിൽ ലൈവ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, എല്ലാവരും വിളിക്കുക. സമ്മാനങ്ങളൊക്കെ വേണ്ടേ? പിന്നെ ഞാനിപ്പം പറഞ്ഞു വന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ആക്ച്വലി ഇപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് ഇപ്പം കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഭയങ്കര മഴയാണല്ലേ. മഴ കൊള്ളാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു UAE ചൂടിൽ നിന്ന് എല്ലാവരും നാട്ടിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ പലരും വിളിച്ചിട്ട് പറയും ഭയങ്കര മഴയാണ്, പുറത്തിറങ്ങാനേ പറ്റുന്നില്ല. അതിലും ഭേദം നമ്മുടെ UAE ആയിരുന്നു. കുറച്ച് ചൂടൊക്കെയാളും വൈകുന്നേരം നമുക്ക് പുറത്തിറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ആരോ നമുക്ക് ഒരു കോള് വന്നിട്ടുണ്ട്. ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാണ്? ഗൗതം. ഗൗതം, ഗൗതം എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ. കഴിഞ്ഞ ദിവസം എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിരുന്നില്ലേ? ഫോളോ ചെയ്തു. സജഷനായിട്ട് വന്നു. അപ്പൊ എനിക്ക് ഗൗതം എന്ന് കണ്ടപ്പോ എനിക്ക് പരിചയമില്ലാത്തൊരു പേരാ. പക്ഷെ എങ്കിലും ഞാൻ നമ്മുടെ കോളർ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി നമ്മുടെ ഗൗതം ആയിരിക്കും. ഞാൻ വിളിച്ചിട്ടുണ്ടല്ലോ. വിളിച്ചിട്ടുണ്ട്, അതാ പറഞ്ഞ എനിക്ക് ഗൗതം എന്നുള്ള പേരിൽ ഒരു ഫ്രണ്ട് ഇല്ല. അപ്പൊ ഗൗതം എന്ന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ ഗൗതമാണ്. എങ്ങനെയുണ്ടായിരുന്നു വെക്കേഷൻ കാലഘട്ടമൊക്കെ? എന്തൊക്കെ ചെയ്തു? എന്താണ്? എന്താണ്ട് പഠിക്കണം. അതെ, സാധാരണ നമ്മളിപ്പോ നാട്ടിലൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തെ നിങ്ങളുടെ പേരൻസ് പറയാറുണ്ടോന്ന് അറിയത്തില്ല, 10ാം ക്ലാസ് ആണ് നന്നായിട്ട് പഠിക്കണം എന്ന് പറയും. അപ്പൊ നമ്മൾ ഓർക്കും 10ാം ക്ലാസ്സിൽ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആകുമെന്ന് വിചാരിക്കും. അപ്പൊ ദാണ്ട കിടക്കുന്നത് പ്ലസ് ടു പഠിക്കണം. പക്ഷെ നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ ഓരോ പിന്നെ അടുത്ത പ്രൊഫഷണൽ കോളേജിലേക്ക് പോകും. നമ്മൾ ഓരോരോ കാര്യത്തിനും നമുക്ക് ഭയങ്കര തിരക്കായി. പഠിത്തം മാത്രമേ കോളേജ് ഈ പഠിത്തമൊക്കെ തീർന്ന് നമ്മളൊന്ന് ഫ്രീ ആകുമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ജോലിയാകും. പിന്നെ അത് കഴിയുമ്പോൾ നമ്മുടെ ഇങ്ങനെ ഏജ് കൂടി അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകും അല്ലേ? പഠിക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമാണോ ഗൗതത്തിന്? പഠിക്കാൻ ഇഷ്ടമാണോ? വേറെ എന്താണ് അതർ ആക്ടിവിറ്റീസ് ഇഷ്ടം? ഞാൻ ക്രിക്കറ്റ് കളിക്കും. ഈ അവധിക്കാലത്ത് ക്രിക്കറ്റിലേക്ക് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നെന്ന് പറഞ്ഞിരുന്നു. എന്ത് ചെയ്തോ? ചെയ്യുന്നുണ്ട്. പിന്നെ പഠിത്തവും കൊണ്ടുപോകുന്നുണ്ട്. പഠിക്കാനൊക്കെ എളുപ്പമാണോ? മാത്സ് അത് എന്നും അങ്ങനെയാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലം മുതലേ കണക്കൊരു കണക്കാന്ന് പറയായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റാണ് കണക്ക്. അങ്ങനെ തന്നെയാണോ? ഓർമ്മിപ്പിക്കരുത്. ഞാനതൊക്കെ മറന്നതാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തേ ഞങ്ങൾ പറയും എങ്ങനെയെങ്കിലും ഈ ഒരു സ്കൂൾ കാലഘട്ടം കോളേജൊക്കെ ഒന്ന് തീർന്ന് നല്ല അടിപൊളിയായിട്ട് ജോലിയൊക്കെ ചെയ്ത് നടക്കാന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്ന കാലം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടോ? എന്താണ് ഇപ്പൊ ഫ്യൂച്ചറിൽ +2 ഒക്കെ കഴിഞ്ഞിട്ട് ഏതൊരു കോഴ്സിന് പോകാനാ താല്പര്യമൊക്കെ? അടിപൊളി. പിന്നെ എന്താ വേണ്ടേ? എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ. പിന്നെ വേറെ എന്താണ് വിശേഷങ്ങളൊക്കെ? വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പൊ നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ. അപ്പൊ ഗെയിമിലേക്ക് പോണെങ്കിൽ എന്താ ചെയ്യണ്ടേ? പറഞ്ഞോളൂ. സ്റ്റോപ്പ്. ഓക്കെ. GK എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. അപ്പൊ GK ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ. വായനയുടെ വളർത്തച്ഛൻ എന്ന ഡോക്യുമെന്ററി ആരെ കുറിച്ചുള്ളതാണ്? S. ഗുപ്തൻ നായർ,
കൃഷ്ണൻ നായർ, എം കൃഷ്ണൻ നായർ, പി എൽ പണിക്കർ. എസ് ഗുപ്തൻ നായർ, എം കൃഷ്ണൻ നായർ, പി എൽ പണിക്കർ, പി എൻ പണിക്കർ. അറിയത്തില്ലെങ്കിൽ മറ്റേ പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് ടൈം ഔട്ട് ആവും. ക്വസ്റ്റ്യൻ വായനയുടെ വളർത്തച്ഛൻ എന്ന ഡോക്യുമെന്ററി ആരെ കുറിച്ചുള്ളതാണ്? എസ് ഗുപ്തൻ നായർ, എം കൃഷ്ണൻ നായർ, പി എൻ പണിക്കർ. പെട്ടെന്ന് പറഞ്ഞു, ഇപ്പൊ തന്നെ ടൈം ഔട്ട് ആവും. കൃഷ്ണൻ നായരാണോ? കൃഷ്ണൻ നായരാണോ? നമുക്ക് നോക്കാം. കൃഷ്ണൻ നായരാണോ? ഇവിടെ ഗൗതം ചോദിച്ചിരിക്കുകയാണ്. പക്ഷെ കൃഷ്ണൻ നായർ അല്ലായിരുന്നു, പി എൻ പണിക്കർ എന്നാണ് പറയുന്നത്. കുഴപ്പമില്ല, സങ്കടപ്പെടണ്ട, നമ്മളെ വീണ്ടും വിളിക്കണം കേട്ടോ. ഇത് അറിഞ്ഞൂടെ എന്തോ. കുഴപ്പമില്ല, എന്തായാലും വീണ്ടും വിളിച്ചാൽ മതി. ഓക്കെ, ബൈ ബൈ. ബൈ ബൈ ബൈ. അപ്പം നമ്മളെ വിളിക്കുന്നവരാരും സമ്മാനം കിട്ടിയില്ല, അല്ലെങ്കിൽ ഈ ഉത്തരമൊക്കെ തെറ്റിപ്പോയതോർത്ത് ആരും സങ്കടപ്പെടണ്ട. ഞാനിപ്പോൾ കുറേ പേര് ഇപ്പോൾ വായിച്ചത്, ഇപ്പം നമ്മുടെ കോളേഴ്സ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറയണത് എന്താണെന്ന് പറയുന്നത്, നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മറന്നുപോയ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ നമുക്കറിയത്തില്ലാതെ പല സന്ദർഭങ്ങളും നമ്മൾ ഇതെന്തായിരിക്കും ഇതിൻ്റെ ക്വസ്റ്റ്യൻ എന്നൊക്കെ ആൻസർ എന്നൊക്കെ ചിന്തിച്ചിരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ തരാറുണ്ടെന്ന് പറഞ്ഞപ്പം നിങ്ങളുടെ വായനാശീലം ചെറുപ്പം മുതലേ നമ്മൾ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒന്നാണ് വായനാശീലം. ശീലമാക്കുക, വായിക്കുക, നന്നായിട്ട് വായിച്ചാൽ അറിവുകൾ കിട്ടുള്ളത്. അപ്പം ഞങ്ങൾ UBയിൽ നിങ്ങൾക്ക് വായിക്കാനൊന്നും സമയമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസറൊക്കെ തരികയാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു ഇതിൽ മാത്രം എടുക്കുക, നമ്മളെ വിളിക്കുക. നമ്മളെ വിളിക്കേണ്ട നമ്പർ എഗെയിൻ 0423824991 എന്ന നമ്പറിലേക്ക് നമ്മളെ വിളിക്കുക. നമ്മളിങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പൊ അടുത്ത കോൾ വന്നിട്ടുണ്ട്. ഹലോ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാണ്? ശശീന്ദ്രനാ. അറിയാം, എനിക്ക് മനസ്സിലായി. എന്താണ് വിശേഷം? സുഖമായിരിക്കുന്നു അല്ലേ? ആ ശബ്ദം കേൾക്കുമ്പോൾ ഭയങ്കര എനർജി ആണല്ലോ. എനിക്കും കൂടെ എനർജി കിട്ടുന്നത്. കിട്ടുന്നുണ്ട്. അതാണ് ചില സമയത്ത് ചില കോളേഴ്സ് വിളിക്കുമ്പോഴേ ചിലപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ ഭയങ്കര ഡെസ്പായിട്ട് നിൽക്കായിരിക്കും. അപ്പം അവർ വിളിച്ച് ഹലോ എന്ന് വിളിക്കുമ്പോൾ നമ്മളും ഹലോ. അപ്പം അങ്ങനെ ചോദിക്കുന്നവരോട് നമുക്ക് എന്തായാലും ഡെസ്പാകാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ വേറെ എന്താണ് വിശേഷങ്ങളൊക്കെ പറയൂ. ഇങ്ങനെയൊക്കെ പോകുന്നു. അബുദാബിയിൽ നിന്ന് ഇങ്ങോട്ടൊന്നും വരാൻ ഒരു ഉദ്ദേശമില്ലല്ലേ? വല്ലപ്പോഴും വരും. എന്താ ഞങ്ങള് ദുബായിക്കാർ കൊള്ളൂല? ദുബായിക്കാരാണ് ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലല്ലേ? ഞങ്ങൾക്കറിയാം. പക്ഷെ ഞാൻ ഷാർജയാണ്, അതോടെ ഞാൻ ഒരുപാട് പക്കത്തുള്ളവരൊക്കെ നല്ല തന്നെ. പിന്നെ നമ്മുടെ സുമംഗല ചേച്ചി എവിടെ? സുമംഗല ചേച്ചി ഇവിടെ തന്നെ ഉണ്ട്. പാട്ടൊക്കെ പാടും. സുമംഗലി നീ ഓർമ്മിക്കുമോ എന്നൊക്കെ പാടിയിരുന്നു. ഇപ്പൊ പാടില്ല. ഇപ്പൊ പാടില്ലല്ലോ അല്ലേ? അല്ല, ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, മറന്നുപോയെങ്കിൽ. അപ്പൊ സുമംഗല ചേച്ചിക്ക് ഒരു വലിയ ഹായ്. സുമംഗല ചേച്ചിക്ക് വലിയൊരു ഹായ് പറയുന്നു. എനിക്ക് തിരിച്ച് ഹായ് ഹായ്. എന്തുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു അല്ലേ? നമ്മളെയൊക്കെ പേര് ഓർത്ത് ഇങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ, ഒരുപാട് സന്തോഷം. അല്ല, നമ്മള് കൊറേ നിങ്ങളെ ഇടയ്ക്കിടക്ക് നേരത്തെ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ വിളിക്കുന്നവരായിരുന്നല്ലോ. അപ്പൊ നമ്മുടെ ശശീന്ദ്രൻ ചേട്ടന്റെ ആ ഒരു ചില്ലിങ് ആയിട്ടുള്ള ആ ഒരു ഹലോ കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഇവിടെ ഭയങ്കര എനർജി ആവും. പിന്നെ മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? ഹലോ കറക്കട്ടെ. ഓഹോ, ഇച്ചിരി വിശേഷങ്ങൾ പറഞ്ഞപ്പോ ഉടനെ അങ്ങോട്ട് കറക്കണം അല്ലേ? എന്നാ കറക്കിക്കോ. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ഓക്കെ. മൂവീസ് ആണോ വന്നിരിക്കുന്നത്? മൂവീസ് ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ ഇച്ചിരി കൊച്ചു വർത്താനൊക്കെ പറയാന്ന്. കറക്കി കുത്താ. ഞാൻ ഇച്ചിരി കൊച്ചു വർത്താനൊക്കെ പറയാതെ വരുമ്പോ കുശുമ്പ് കയറി വന്നല്ലേ. നല്ല അടിപൊളി ക്വസ്റ്റ്യൻ വരുന്നത്, നോക്കിക്കോ അങ്ങോട്ട്. ഓക്കെ, നമുക്ക് ഇച്ചിരി സംസാരിക്കാലോ. ഓക്കെ, 2016 ദേശീയ പുരസ്കാരം നേടിയ മലയാള നടി ആരാണ്? 2016. അതെ. സുരഭി ലക്ഷ്മി, മീര ജാസ്മിൻ, ഉർവശി. സുരഭി ലക്ഷ്മി 2016 കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും സുരഭി ലക്ഷ്മിനെ ലോക്ക് ചെയ്തിട്ടുണ്ട്. നോക്കാം. സുരഭി ലക്ഷ്മി കറക്റ്റ് ആണ്. എന്തായാലും ഞാൻ രണ്ടാമത് ഒന്നും കൂടെ ചോദിച്ചപ്പോ അതിൽ തന്നെ പിടിച്ചു നിന്നല്ലോ. എന്നോടൊക്കെ ചോദിക്കുന്നെങ്കിൽ ഡൗട്ട് വരും. ഓക്കെ, അടുത്ത കറക്കിക്കോളൂ. സ്റ്റാർട്ട്. കുറച്ചേരം കറങ്ങട്ടെ, എന്നാലേ ചിലപ്പോ നല്ലത് വരും. ഒരുപാട് കറക്കണ്ട, ആളിറങ്ങി പോകും കേട്ടാ. സ്റ്റോപ്പ്. തണ്ടോ കിട്ടിയിട്ടുണ്ട്. ജിക്ക്. ഓക്കെ, ഇതാ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മുടെ ശശീന്ദ്രൻ ചേട്ടൻ നല്ലൊരു ക്വസ്റ്റ്യൻ കൊടുക്കുക കേട്ടോ. അടിപൊളി. ലോകത്തിലെ ഏറ്റവും വലിയ വജ്രം? ലൂയിസ് വിറ്റോൺ, കരോവി,
കള്ളിനാൻ. എന്റെ അമ്മ ആദ്യമായിട്ട് നല്ല പേരുകളല്ലേ? കേട്ട. ഒന്ന് നോക്കട്ടെ, കറക്കി കുത്തിക്കോ. ഏടിയാ കറക്കിട്ട് കുത്തേ ഇപ്പൊ. അത് തന്നെയാ, കണ്ണടിച്ചിട്ട് തൊട്ടോ. അതാണ് ചെറുതായിട്ട് ആ, ഓപ്ഷൻ ബി. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് പേര് വായിക്കാൻ പോകണ്ട. ഓക്കെ, ഓപ്ഷൻ ബി നമുക്ക് നോക്കാം. ഓപ്ഷൻ സി ആയിരുന്നു. കള്ളിയായോണ്ട് ഞാൻ വെക്കാഞ്ഞത്. നമുക്ക് കളത്തര ഇഷ്ടല്ലേ? ആയിക്കോട്ടെ, എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം. നമ്മള് വീണ്ടും വിളിക്കാം കേട്ടോ. ബൈ. അപ്പൊ ഞാനിങ്ങനെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വരുമ്പോൾ ഉടനെ നിങ്ങൾ വിളിക്കും. പക്ഷെ നിങ്ങൾ വിളിക്കാനാണ് നമ്മളിവിടെ നിൽക്കുന്നത് എങ്കിലും ചെറിയ ചെറിയ കുറച്ച് ഈ പൊടിപ്പും തൊങ്ങലൊക്കെ ചേർത്തിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി വരും. പക്ഷെ പൊടിപ്പും തൊങ്ങലോ ഒന്നുമല്ല, നമ്മുടെ നാട്ടിൽ ഭയങ്കര മഴയാണ്. ആ മഴയുടെ സമയത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ വാർത്തകളൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും പറയണമെന്ന് തോന്നിയിട്ട് ഞാൻ പറയണം. നമ്മൾ ഒരു 10, 13, 14 ദിവസങ്ങളായിട്ട് നമ്മളൊരു ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. എനിക്ക് തോന്നുന്നത് മലയാളികൾ മാത്രമല്ല, ഏതൊരു ന്യൂസ് വെച്ച് നോക്കിയാൽ ഇപ്പോൾ തെലുങ്കിലും മറ്റേ എല്ലാ, ഇപ്പം കർണാടകയിൽ നടന്നാണ് നമ്മുടെ അർജുൻ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ലോഡുമായിട്ട് പോയ നമ്മുടെ അർജുനെ കാണുന്നില്ല. അപ്പോൾ എല്ലാവരും ശരിക്കും എനിക്ക് തോന്നുന്നു, ഞാനൊക്കെ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ എത്ര പേരെ ഒരു ദിവസം കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു വർഷത്തിൽ നമ്മൾ എത്ര പേര് പല സ്ഥലത്തും വെച്ച് കാണുന്നു, അവരെ നമ്മൾ പിന്നീട് കാണുന്നുണ്ടായിരിക്കില്ല. പക്ഷെ ചിലപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ പോയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ അവരെ വീണ്ടും ഓർക്കും. പക്ഷെ നമ്മളെ അറിയാത്തവരും എത്രയോ പേരുണ്ടാകും. ഇപ്പോൾ ഈ ഒരു അർജുൻ എന്ന് പറയുന്ന ഒരാളെ ആർക്കും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് അറിയാത്ത ഒരു മലയാളികൾ പോലും, അല്ലെങ്കിൽ മറ്റുള്ള ഒരു കർണാടകത്തിലായിക്കോട്ടെ, തെലുങ്ക് നാട്ടിലായിക്കോട്ടെ, തമിഴ്നാട്ടിലായിക്കോട്ടെ, ആരുമില്ല. ആ ഒരു സഹോദരന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കും. നമുക്ക് ഒരുപാട് സന്തോഷങ്ങളൊക്കെ വരുന്ന കൂട്ടത്തിൽ തന്നെ മഴയാണ്, അതിൻ്റെ ഒരു ടെൻഷൻ കാണും, അല്ലെങ്കിൽ അതൊരു സന്തോഷമായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ആ ഒരു സഹോദരന് വേണ്ടിയിട്ട് നൽകാനുള്ളതെന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥനയാണ് അല്ലേ. എത്രയും പെട്ടെന്ന് കാത്തിരിക്കുക നമ്മളെല്ലാവരും, ആ ഒരു കുടുംബം. കാരണം നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്ന് ഒരാളെ കാണാതെയും നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമുക്ക് നികത്താൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ മലയാളികൾ ആ ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടിപ്പം കർണാടക സർക്കാരായാലും അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം നമ്മളെല്ലാ മലയാളികളും, ലോക മലയാളികൾ അർജുന് വേണ്ടിയിട്ട് കാത്തിരിക്കണം. അപ്പോൾ എല്ലാവരും, എനിക്ക് ഒന്ന് പറയാനുള്ളത്, നമ്മുടെ സന്തോഷവും നമ്മുടെ ഒരു ആഘോഷങ്ങളൊക്കെ ഇടയിൽ ആ ഒരു സഹോദരന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. കാരണം എനിക്ക് തോന്നുന്നു രാവിലെ ആയി കഴിഞ്ഞാൽ ഞാൻ ആദ്യം നോക്കുന്നത് അർജുനെ കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊക്കെ എപ്പോഴും പല രീതിയിലുള്ള ഓരോ മൈൻഡിലൂടെ ആയിരിക്കും നമ്മളൊക്കെ കടന്നു പോകുന്നത്. പക്ഷേ പല അവരുടെ കാര്യം ഒന്ന് ആലോചിക്കും. ഇപ്പം നമ്മുടെയൊക്കെ ഒരു കുടുംബത്തിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ. പിന്നെ എനിക്ക് പറയാൻ വരുന്നത്, നമ്മുടെ ഡ്രൈവേഴ്സ് ആയിട്ടുള്ള സഹോദരങ്ങളോട്, നാട്ടിൽ ആയാലും ഇവിടെ ആയാലും എവിടെയായാലും നിങ്ങളിങ്ങനെ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങളെ സംരക്ഷിക്കുക. കാരണം ആരും വരെ ഒറ്റയ്ക്ക് പോകുന്ന ഒരിക്കലും നമുക്ക് വേറൊരാൾക്കും അവരെ സംരക്ഷിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ മാത്രം നോക്കുക. ഇപ്പോൾ ഇവിടെയായാലും നമ്മളിപ്പോൾ എവിടെയെങ്കിലും ദൂരയാത്രയ്ക്ക് പോവുകയാണെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലും അതിനുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളും ഇപ്പം നിങ്ങൾക്ക് ഉറക്കം വരുന്നു. പല ആക്സിഡൻസ് ആയാലും നമ്മൾ നാട്ടിലൊക്കെ കാണാറുണ്ട്. ഇവിടെ ആയാലും ഒറ്റയ്ക്കൊക്കെ പോയിട്ടാണ് കൂടുതലും വരുന്നത്. അപ്പോൾ നമുക്ക് ഉറക്കം വരുന്ന സമയത്ത്, ഇപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഉറക്കം വന്നാൽ അവിടെയെങ്കിലും സൈഡിൽ ഒതുക്കിയിട്ട് ഉറങ്ങുക. ഇപ്പോൾ ഈ മണ്ണിടിച്ചിൽ പോലെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് എപ്പോൾ എവിടെ സംഭവിക്കുന്നൊന്നും. അപ്പോൾ എന്തായാലും ഞാൻ അതിനെപ്പറ്റി ഒരുപാട് പറഞ്ഞപ്പം മറന്നിരിക്കുന്നവരെ പോലും ഓർമ്മിപ്പിക്കുന്നില്ല. കാരണം അത്രയേ ഉള്ളൂ, ആൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെയൊക്കെ ഈ ആഘോഷങ്ങളും സന്തോഷത്തിനൊക്കെ ഇടയ്ക്ക് ഒരു കുടുംബം വേദനയോടെ കാത്തിരിപ്പുണ്ട്, അത് മാത്രം നമ്മൾ ഓർക്കുക. പിന്നെ ഞാനിപ്പോൾ തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു, നമ്മുടെ ഫാഷനും നമ്മുടെ സെൻസും, ഫാഷൻ സെൻസും അല്ലെങ്കിൽ സലൂൺ. ഞാനിപ്പോൾ ഇതൊക്കെ ഓർമ്മിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, സലൂൺ എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഇതാണ്. അപ്പം നമ്മളിന്ന് UVയിൽ നമുക്ക് തരുന്നൊരു സമ്മാനമാണ് നമ്മുടെ ഗ്രീൻ ഒലിവ് സലൂണിൻ്റെ ഒരു ഗിഫ്റ്റ് വൗച്ചറാണ് തരാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഉജാലയുടെ എല്ലാ പ്രോഡക്ട്സുമാണ് നിങ്ങൾക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഹാമ്പറാണ് നമ്മൾ ഉജാലയുടെ തരാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ UBLയുടെ ഭാഗം. നിങ്ങൾക്ക് നമ്മളെ വിളിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ TV-യിലൊക്കെ കാണുന്നു. അപ്പോൾ നമ്മളെവിടെയെങ്കിലൊക്കെ ചെല്ലുമ്പം ഒരുപാട് പേര് റിനു അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ എപ്പോഴും TV കാണുന്നത്, ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് TV ഒന്നും കാണാനുള്ള അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മുടെ ലൈവ് കണ്ടിട്ടാണോ, ഫേസ്ബുക്കിൽ ലൈവ് കണ്ടിട്ടാണോ ഒന്നും എനിക്കറിയില്ല, അല്ലെങ്കിൽ TV-യിൽ കാണുന്നത് തന്നെയാണെന്ന് അറിയില്ല. നമ്മളൊക്കെ പല സ്ഥലത്തും പലരും കണ്ടിട്ട് നമ്മളെ ഓർമ്മിച്ച് വരാറുണ്ട്. അത് ഒരുപാട് സന്തോഷം. നമുക്കൊരു കോളറുണ്ട്. ഹലോ. ഓക്കെ. അപ്പം ഞാനിപ്പോൾ പെട്ടെന്നൊരു കോളറുണ്ടെന്ന് വിചാരിച്ച്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ മഴയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ്. ഞാൻ ഒരു 10-15 വർഷത്തോളം ഹൈദരാബാദിൽ ജീവിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു UAE കാലാവസ്ഥയാണ്.
എനിക്ക് ഫീൽ ചെയ്തത്, എനിക്കല്ല, നോർമലി UAE 6 മാസം തണുപ്പും 6 മാസം ചൂടെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് തണുപ്പ് കിട്ടാറുണ്ട്. പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴയൊക്കെ 2 വർഷം 3 വർഷമൊക്കെ കൂടുമ്പോഴാണ് നമ്മൾ മഴയൊക്കെ കാണുന്നത്. ഇപ്പോൾ ഒരു കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പം പറഞ്ഞു, ഇന്ന് ഞാൻ എവിടെയും പോയിട്ടില്ല, എന്താ കാര്യം, മഴയാണ്. അപ്പോൾ ആ ഒരു മഴയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് അവരെല്ലാവരും. ചൂടെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് അവിടെ വളർന്നതുകൊണ്ട് അല്ലെങ്കിൽ അവിടെ ജീവിച്ചുകൊണ്ട് ആ ഒരു കാലാവസ്ഥയായിട്ട് ഞാൻ പൊരുത്തപ്പെട്ടുകൊണ്ട് എനിക്ക് ചൂട് വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ചൂടായാലും ഇപ്പം നമുക്ക് ഒരുപാട് രോഗങ്ങളൊക്കെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. ഇപ്പം എലിപ്പനി, ഡെങ്കു ഫീവറൊക്കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ആരോഗ്യവും നമ്മൾ നോക്കുക, എല്ലാം വേണം, ആഘോഷങ്ങൾ വേണം, സന്തോഷം വേണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പലതരത്തിലുള്ള സങ്കടങ്ങളും നമുക്കുണ്ടാകും. നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്ക് എല്ലാവിധ വികാരങ്ങളും സമന്വയിച്ച് കൊണ്ടിട്ടാണ് നമ്മുടെയൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പം എന്തായാലും നമ്മുടെ ഒരു അടുത്തൊരു കോളർ വന്നിട്ടുണ്ട്. ഹലോ. ഹലോ. ഹലോ, ഗുഡ് ഈവനിങ്. ആരാണ്? പ്രണവ് ആൻഡ് പുണ്യ. പ്രണവ് ആൻഡ് പുണ്യ, സുഖാണോ? സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടുവോ? പാടുവോ? പുണ്യ അല്ലെങ്കിൽ പ്രണവ് പാടിയാലും മതി, പുണ്യ ഇല്ലെങ്കിൽ. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യ കല്ലുണ്ടോ കയ്യിൽ വാർമതിയേ, പൊന്നും തേനും വായമ്പോമുണ്ടോ, മനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു. ബാക്കി പാടാൻ ഞാനിങ്ങനെ കേട്ട് നിൽക്കുകയായിരുന്നു. എൻ്റെ പ്രണവ് കുട്ടാ, അടിപൊളി പാട്ടാ കേട്ടോ. ഞാനിങ്ങനെ പ്രണവിന്റെ പേര് ഓക്കെ, ഞാൻ പ്രണവിന്റെ പുണ്യയുടെ പേര് ആക്ച്വലി മറന്നു പോയിരുന്നു. പക്ഷെ അത് കാണിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ തുമ്പീവ തുമ്പക്കുടത്തിൽ പാട്ട് പാടിയത്. കേട്ടിരുന്നോ? കേട്ടിരുന്നു. ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പിണങ്ങിയേനെ. സുഖമായിട്ടിരിക്കുന്നോ? അച്ഛനും അമ്മയൊക്കെ എവിടെ? വീട്ടിലുണ്ട്. അപ്പൊ നിങ്ങളെവിടെ? വേറെ വീട്ടിലുണ്ട്, വേറെ റൂമില്ല. നിങ്ങൾ വീട്ടിൽ തന്നെയല്ലേ? ഓക്കെ. പിന്നെ വേറെ എന്താണ് ഇന്നിപ്പോ എന്താ കഴിച്ചേ? ഇന്ന് രാത്രി കഴിക്കാൻ പോണേ ഉള്ളൂ. പിന്നെ ഇവിടെ സ്വന്തമായിട്ടൊക്കെ യൂട്യൂബ് ചാനലുള്ള ഒരു കൂട്ടത്തിലാണ് നിങ്ങളെന്ന് ഞാൻ അറിഞ്ഞല്ലോ. യൂട്യൂബ് ചാനലിന്റെ പേരെന്താ? കോമൺ ചാനലും ഉണ്ട്, പ്രണവൻ പുണ്യ ഉണ്ട്. പ്രണവൻ പുണ്യ എനിക്ക് മനസ്സിലായി. ആദ്യത്തെ എന്താ? കോമഡി ചാനലോ? കോമൺ ചാനൽ. ഓക്കെ. എന്റെ തെറ്റാട്ടോ, ഞാൻ കേട്ടത് വേറെ ആയി പോയി. നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താണ് നിങ്ങൾ അതില് ചാനലിൽ എന്താണ് കൂടുതൽ കണ്ടന്റ് എന്താ കൊടുക്കുന്നത്? കൂടുതൽ കണ്ടന്റ് എന്താ, വൈറൽ ഷോർട്സ് അല്ലാതെ 2-3 ഷോർട്സ്, വേറെ ഒന്നുമില്ല. ആണോ? അതുപോലെ ഇടയ്ക്ക് ഓരോ പ്രണവിന്റെ പാട്ടൊക്കെ പാടിയിടാമല്ലായിരുന്നോ? പാട്ട് പാടത്തില്ല? കവിത കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. പാട്ട് കഴിഞ്ഞാല് രണ്ടുപേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താണ്? കളിക്കാനാണ്. ഏതാ ഏറ്റവും കളിക്കുന്ന? എന്താണ്? അങ്ങനെയൊന്നുമില്ല. എന്നാലും എന്ത് ഗെയിമാണ് കളിക്കുന്നത്? ഫോണില? ലുഡോയോ? ഓക്കെ, എനിക്ക് കേൾക്കാൻ മേല. ഓക്കെ. യുനോ. ഓക്കെ. അതെങ്ങനെയാ കളിക്കുന്നതൊക്കെ ഞാൻ ഒരു ദിവസം വിളിച്ച് ചോദിക്കാം, എനിക്ക് അറിയില്ല കേട്ടോ. ഓക്കെ. പുണ്ണിക്കുട്ടിക്ക് ഇഷ്ടമുള്ളത് രണ്ടുപേരും ചേർന്ന് കളിക്കുന്ന ഗെയിമാണോ അത്? ഓക്കെ. പിന്നെ വേറെ എന്താണ് വിശേഷങ്ങള്? എന്താ കഴിച്ചേ? ഞാൻ സാധാരണ വിളിക്കുമ്പോ എല്ലാരോടും ചോദിക്കാം എന്താ കഴിച്ചേ. ഇന്ന് ആരോടും ചോദിച്ചില്ല. എന്താ ഇന്ന് കഴിച്ചേ? ചപ്പാത്തിയുടെ കൂടെ എന്താ? ചിക്കൻ? പനീർ. ഓക്കെ. ഏറ്റവും ഇഷ്ടമുള്ള പനീറാണോ? പനീറാണ്. ഓക്കെ. അപ്പൊ എന്തായാലും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെങ്കിൽ നമുക്ക് നേരെ ഗെയിമിലേക്ക് പോയാലോ? ഓക്കെ. പുണ്ണിക്കുട്ടി ഓക്കെ പറയൂ. എന്നാ നമുക്ക് പുണ്ണിക്കുട്ടി പറഞ്ഞാലേ ഞാൻ ഗെയിമിലേക്ക് പോളൂ. എന്നാ സ്റ്റാർട്ട് പറഞ്ഞു രണ്ടുപേരും ചേർന്നിട്ട്. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ഓക്കെ. ഒന്നും കൂടെ പറയോ? സ്റ്റാർട്ട്. പെട്ടെന്ന് ഒരു ഇച്ചിരി സമയം കൊടുക്കണം കേട്ടോ. ഓക്കെ. എന്തായാലും ആൾക്ക് അറിയിക്കൊടുക്കുക. സ്റ്റോപ്പ്. ജിക്ക് കിട്ടിയിട്ടുണ്ടേ.
ഓക്കെ ഓക്കെ ജി കെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഓക്കെ, അവർ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും റെഡിയാണ് അല്ലേ? ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണോ? ഓക്കെ, ചോദിക്കട്ടെ. തിമിംഗലത്തിന്റെ ആമാശയത്തിൽ നിന്നും ലഭിക്കുന്ന സുഗന്ധ വസ്തു ഏതാണ്? അറിയില്ലെങ്കിൽ അച്ഛനോട് അമ്മയോട് ചോദിക്കാം കേട്ടോ. അംബർഗ്രീസ്, ആംബ്രോക്സ്, ഓറിസ്. അതായത് തിമിംഗലത്തിന്റെ ആമാശയത്തിൽ നിന്ന് ലഭിക്കുന്ന സുഗന്ധ വസ്തു. അറിയില്ലെങ്കിൽ അച്ഛനോട് അമ്മയോട് ചോദിക്കാം കേട്ടോ. ഓപ്ഷൻസ് ഒന്നും കൂടെ പറയാവേ. അംബർഗ്രീസ്, ആംബ്രോക്സ്, ഓറിസ്. അംബർഗ്രീസ്, ആംബ്രോക്സ് ആൻഡ് ഓറിസ്. പെട്ടെന്ന് പറ, ടൈം ഔട്ട് ആവുന്നു. പെട്ടെന്ന്. അംബർഗ്രീസ് ആദ്യത്തെ ഓപ്ഷൻ. നമുക്ക് അടുത്തിലേക്ക് പോകണ്ട, നമുക്ക് ആദ്യത്തെ കറക്റ്റ് ആണ്. കറക്കി കുത്തിയതായിരുന്നു അല്ലേ? കുഴപ്പമില്ല, നമുക്ക് ഇനി 2 ക്വസ്റ്റ്യൻ കൂടെ പോകാം. കറക്കിക്കോ, അല്ല ആളെ കറക്കിക്കോ. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ഓക്കെ, എന്താ നിൽക്കാത്തെ? ഓക്കെ, യുവർ ചോയ്സ് ആണ്. അപ്പൊ ഏത് വേണേലും സെലക്ട് ചെയ്യാം, ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോ. മ്യൂസിക് ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, GK ഉണ്ട്, ഓഡിയോ ഉണ്ട്, പിന്നെ ഏതാ ഇഷ്ടമുള്ളത് നോക്കിക്കോ. ഇമേജ് ഉണ്ട്. മ്യൂസിക് വേണ്ട, നമുക്ക് വേറെ ഒരെണ്ണം കൂടെ. TV കാണുന്നുണ്ട് പക്ഷേ? അപ്പൊ മ്യൂസിക് എടുത്തിട്ട് കാര്യമില്ല. മ്യൂസിക്, ഇമേജ് ഒഴിവാക്കിയിട്ട് വേറെ എന്ത് വേണേലും. ഓഡിയോ ഒഴിവാക്കിക്കോ. GK, സ്പോർട്സ്, പൊളിറ്റിക്സ് ഉണ്ട്, സ്പോർട്സ്, മൂവീസ് ഉണ്ട്. മൂവീസ് എന്നാ ഓക്കെ. എന്തായാലും നമ്മുടെ പുണ്ണിക്കുട്ടിക്കും പ്രണവ് കുട്ടനും മൂവീസ് കൊടുക്കാം കേട്ടോ. വരും. ഓക്കെ, ജാക്കി ചാൻ ആദ്യമായി നായകനായി എത്തിയ സിനിമ ഏതാണ്? ഡ്രങ്കൻ മാസ്റ്റർ. അതായത് ജാക്കി ചാൻ ആദ്യമായി നായകനായി എത്തിയ സിനിമ ഏതാണ്? ഡ്രങ്കൻ മാസ്റ്റർ, യങ് മാസ്റ്റർ, സ്നേക്ക് ഇൻ ദ ഈഗിൾ ഷാഡോ. കേട്ടോ? ഡ്രങ്കൻ മാസ്റ്റർ. പെട്ടെന്ന് ഗസ് ചെയ്തോ. സ്നേക്സ് ഇൻ ദ ഈഗിൾ ഷാഡോ. യെസ്, അതാണോ? ഓക്കെ, അപ്പൊ നമുക്ക് അത് തന്നെ നോക്കാം. കറക്റ്റ് ആണ്. എങ്ങനെ കിട്ടി? കറക്കി കുത്തിയതാണോ? എന്തായാലും കട്ടെ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടോ? കറക്കി കുത്തിക്കോ. അപ്പൊ സ്റ്റാർട്ട് സ്റ്റോപ്പും ചെയ്തോ. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. നല്ല ക്വസ്റ്റ്യൻ കൊടുക്കണേ, ഇതും കൂടെ ശരിയാക്കണേ. അപ്പൊ GK വന്നിട്ടുണ്ടേ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ശ്രദ്ധിച്ച് കേട്ടോണം, പെട്ടെന്ന് പറയണം. കുറച്ച് പെട്ടെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇതാവും. 2024 പവൻ കല്യാൺ മത്സരിച്ച് വിജയിച്ച നിയോജക മണ്ഡലം ഏതാണ്? പെദ്ദാപുരം, പാർവതിപുരം, പീതാപുരം. പെട്ടെന്ന് പറഞ്ഞോ, ഇപ്പൊ ടൈം തീരാറായി കേട്ടോ. പെട്ടെന്ന് പറഞ്ഞോ. പിതാപുരം. ഓക്കെ, പീതാപുരം. നമുക്ക് നോക്കാം എന്തായാലും കറക്റ്റ് ആണോ എന്ന്. എനിക്ക് ടെൻഷൻ ആയല്ലോ നിങ്ങളെക്കാളും. ഏതാന്ന് കാണിക്കുന്നില്ല, എനിക്കും ടെൻഷനായി നിങ്ങളെ പോലെ. പീതാപുരം. കൺഗ്രാറ്റുലേഷൻസ്, അടിച്ചു മക്കളെ. ഇപ്പൊ വിന്നർ ആയിരിക്കുകയാണ് കേട്ടോ. എന്താണ് സമ്മാനം എന്നൊക്കെ നമ്മൾ പറയാം. ഓക്കെ, 800-825-825 വിളിച്ചാൽ ഏതാണ് ഗിഫ്റ്റ് കിട്ടിയേക്കുന്നതെന്ന് പറയും. വിളിച്ചു നോക്കണം കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ ഇന്ന് 8:30 ആയി, നമുക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്ന് പെട്ടെന്ന് സമയം പോയതൊന്നും അറിഞ്ഞില്ല. കോളേഴ്സൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ പ്രിയപ്പെട്ട കോളേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ പുതിയ കോളേഴ്സ് ഉണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. തിങ്കൾ മുതൽ വെള്ളി വരെ 7:30 to 8:30 ആണ് ഞങ്ങൾക്ക് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഓരോരോ വീഡിയോസും വരുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക്. അപ്പോൾ ഇഷ്ടംപോലെ സമ്മാനങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും, ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത ഷോയിൽ കാണാം. അപ്പോൾ എന്തായാലും ഇറ്റ്സ് മീ റിനു സൈനിങ് ഓഫ്. ബൈ.